ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ എല്ലാ കാര്യങ്ങളും അനസൂയ തന്നെ ഇവരോടെല്ലാവരോടും പറയുവാണ്. സുജാത 4.5 മാസം ഗർഭിണിയായിരുന്നു. സുജാതയുടെ കുഞ്ഞിൻ്റെ അച്ഛൻ മഹാദേവേട്ടനായിരുന്നു. അങ്ങനെ സത്യം മനസ്സിലാക്കി ചേച്ചി ആത്മഹത്യയ്ക്ക് ഒരുങ്ങി തുടങ്ങിയ കാര്യങ്ങളെല്ലാം പറയുക. ഇതൊക്കെ കേട്ടെല്ലാവരും അന്താളിച്ചിങ്ങനെ ഇരിക്കും കേട്ടോ. എന്നാൽ ദേവേട്ടൻ ചേച്ചിയുടെ കാല് പിടിച്ചു. ഒരിക്കൽ പറ്റിയ തെറ്റ് ഇനി ഒരിക്കലും ആവർത്തിക്കില്ല എന്ന് പ്രിയമോളുടെ തലയിൽ തൊട്ട് സത്യം ചെയ്തു എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു. ഇതൊക്കെ കേട്ടപ്പോൾ ഇങ്ങനെ പ്രിയ വരെ അമ്പരപ്പോട് കൂടി ഇരിക്കും കേട്ടോ. അതുപോലെ എല്ലാവരും ഇങ്ങനെ മഹേശ്വരനെ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുന്നു. പിങ്കിയാണ് ചമ്മി വെളുതാണ് നിൽപ്പുണ്ട്. ചേച്ചി മഹാദേവനോട് ക്ഷമിച്ചു. എന്നാൽ സുജാത എന്ന ബാധ്യത അത് ബാക്കി നിന്നു. അതിനൊരു തീരുമാനം ഉണ്ടാക്കണമായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ മകളുടെ ഭാവി മാത്രമേ വിചാരിച്ചുള്ളൂ എന്ന നേരത്തേക്കും അവിടെ നിന്നുകൊണ്ട് പറയുക കേട്ടോ. അവളുടെ ഭാവി, അതായത് നമ്മുടെ സുജാതയുടെ ഭാവി, ഇതെല്ലാം കൂടിയാണ് വിചാരിച്ചതെന്നൊക്കെ പറഞ്ഞു. ദേവേട്ടൻ്റെ സ്നേഹത്തിലും വിശ്വാസം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളും നമ്മുടെ അനസൂയ പറഞ്ഞതിൻ്റെ കൂടെ തന്നെ നമ്മുടെ അരുന്ധതിയും കൂടെ പറയാം. അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്ത് ഞാനും കൂടി തെറ്റ് ചെയ്തു എന്നുള്ളൊരു കുറ്റബോധവും എനിക്കുണ്ടായിരുന്നു എന്നും പറഞ്ഞ് സുജാതയെക്കുറിച്ച് നമ്മുടെ അരുന്ധതി ഇങ്ങനെ ഇരുന്ന് പറയാം. ഇതൊക്കെ കേട്ട് മഹേശ്വരൻ ഇങ്ങനെ തല കുമ്പിട്ട് തന്നെ ഇരിക്കും, ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. സുജാതയെ ഒഴിവാക്കാൻ ഞാനും ചേച്ചിയും കൂടി ചേർന്നാണ് ഒരു വഴി കണ്ടുപിടിച്ചത് എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ആ ഒരു കഥ അത് ഇവർ പറയുന്നത് കേൾക്കാനുള്ള ആകാംക്ഷയോടെ ബാക്കിയുള്ളവരെല്ലാവരും ഇങ്ങനെ കാതോർത്തങ്ങനെ ഇരിക്കുവാണ്. കുറച്ച് പണം നൽകി സുജാതയെ നാട്ടിലേക്കുള്ള ട്രെയിൻ ടിക്കറ്റ് നൽകി കൊടുത്തു വിടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ചെയ്യുകയും ചെയ്തു. പക്ഷേ അതിന് സംഭവിച്ചില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് എന്ത് പറ്റിയെന്ന് ചോദിച്ചു നന്ദ. എന്നിട്ടോ പിന്നീട് ഒരിക്കലും ഞങ്ങൾ ഇവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. മരിക്കുന്നതുവരെ മഹാദേവേട്ടനും ഞാനും ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടേ ഇല്ലെന്നുള്ള കാര്യങ്ങളും അരുന്ധതി പറയാം. അപ്പോൾ എങ്ങനെ ഇതൊക്കെ ഇങ്ങനെയായി എന്നുള്ളത് അത് അടുത്ത ചോദ്യമാണല്ലോ. ഇന്ന് ഇവിടെ വെച്ചാണ് 24 വർഷങ്ങൾക്ക് ശേഷം ഞാൻ സുജാതയെ കാണുന്നത് എന്നുള്ള കാര്യങ്ങളും അരുന്ധതി ഇങ്ങനെ പറയണം. അപ്പോൾ അരുന്ധതി ഇങ്ങനെ പറഞ്ഞപ്പോൾ നമ്മുടെ ഗാഥ ഇങ്ങനെ സുജാതയെ ദയനീയമായിട്ട് നോക്കുവാണ്. ഈ സമയം പിന്നെ എങ്ങനെയാ അച്ഛൻ ഇവരുമായിട്ട് കണക്റ്റഡ് ആകുന്നത് എന്ന് നമ്മുടെ ഗൗതം ചോദിച്ചപ്പം അത് ഞാൻ പറയാം എന്ന് സുജാത ഇവരുടെ എല്ലാവരുടെ മുന്നിൽ പറയുന്നു. നാട്ടിലെത്തി ആരും തുണയില്ലാതെ ഗർഭിണിയായ ഒരവിവാഹിതയായ പെണ്ണായി ഞാൻ ജീവിച്ചു. എല്ലാവരുടെയും കുത്തുവാക്കുകളും എല്ലാവരുടെയും നോട്ടവും എന്നിലേക്കായി. അതോടൊപ്പം എന്നോടൊപ്പം ഉണ്ടായിരുന്ന എൻ്റെ സഹോദരനും എന്നോട് വഴക്കുണ്ടാക്കി പിണങ്ങിപ്പോയി, എന്നെ ഉപേക്ഷിച്ചു. പിന്നീട് ആരും ഇല്ലാതിരുന്ന നരകം പിടിച്ചൊരു ജീവിതമായിരുന്നു തൻ്റേതെന്നുള്ള കാര്യമൊക്കെ സുജാത ഇങ്ങനെ പറയുക. ആരോരും ഇല്ലാതെ ആർക്കും ഒരു ഇതും ഇല്ലാതെ ജീവിക്കുമായിരുന്നു. സ്വന്തം കുടുംബത്തെ മറന്ന് ഇനിയൊരു ജീവിതം ഇല്ലെന്നും അരുന്ധതി മേഡത്തിനേക്കാൾ വലുതല്ല ഈ ലോകത്ത് മറ്റാരുമെന്നും അദ്ദേഹം എഴുതിയ ഒരു കത്ത് എനിക്ക് ആ ഇടയ്ക്കാണ് കിട്ടിയതെന്നുള്ള കാര്യം സുജാത ഇങ്ങനെ പറയാം. അപ്പോൾ എല്ലാവർക്കും ഇച്ചിരിയുടെ ആകാംക്ഷ കൂടിയതെന്താണെന്നറിയാനായിട്ട്. എന്നാൽ എൻ്റെ ഉദരത്തിൽ വാഴുന്ന കുഞ്ഞിനെ മറക്കാൻ അദ്ദേഹത്തിന് കഴിയില്ലെന്നും എന്താവശ്യത്തിനും മഹേശ്വരേട്ടനെ സമീപിക്കാനും അതിലെഴുതിയിരുന്നു എന്നുള്ള കാര്യവും പറഞ്ഞു. അതായിരുന്നു എനിക്ക് വന്ന അവസാനത്തെ കത്ത്. അതാണ് മഹാദേവൻ സാറുമായിട്ട് എനിക്കുണ്ടായിരുന്ന അവസാന വാക്ക്. അപ്പോൾ ഈ കത്തൊക്കെ കിട്ടി, ഇത് കഴിഞ്ഞു. പിന്നെ മഹേശ്വരേട്ടൻ ഞങ്ങളെ സഹായിക്കാൻ തുടങ്ങി. പിന്നെ മഹേശ്വരേട്ടൻ അച്ഛൻ്റെ സ്ഥാനത്ത് എൻ്റെ മോൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു. മഹേശ്വരേട്ടൻ തന്നെയാണ് മോളെ കൊണ്ട് അച്ഛ എന്ന് വിളിപ്പിച്ചതും എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും ലക്ഷ്മിയുടെ മുഖം അല്ലാതെയായി. അപ്പോൾ ഞാനാണ് ഗാഥയുടെ അച്ഛനെന്ന് എന്നെയും ചട്ടം കെട്ടി ചെമ്പമ്മേട്ടിലേക്ക് താമസം മാറിയതോടെ ചുറ്റിനുമുള്ള നാട്ടുകാരും അത് വിശ്വസിച്ചു എന്നുള്ള കാര്യങ്ങളും സുജാത പറയണം. എല്ലാവരും ഇങ്ങനെ അമ്പരപ്പോടുകൂടി നോക്കിയിരിക്കും കേട്ടോ. അവിവാഹിതയായ ഒരു അമ്മയുടെ വിഷമത്തേക്കാൾ എനിക്കും ഗാഥയ്ക്കും കൂടുതൽ സുരക്ഷിതത്വം മഹേശ്വരേട്ടൻ തന്നു. മഹേശ്വരേട്ടൻ്റെ ആ ഒരു മേൽവിലാസമായിരുന്നു എന്നും പറഞ്ഞു. എല്ലാവരോടും അങ്ങനെ തന്നെ പറയണമെന്നും അദ്ദേഹം പറഞ്ഞു. അതുപോലെ ഞങ്ങളെക്കൊണ്ടും പറയിപ്പിച്ചു. സ്വന്തം ത്യാഗത്തിലൂടെ അദ്ദേഹം അത് നേടിയെടുത്തു. ജന്മത്തിലൂടെ മാത്രമല്ല കർമ്മം കൊണ്ടും ഒരാൾക്ക് അച്ഛനാകാമെന്ന് മഹേശ്വരേട്ടൻ പറഞ്ഞു. അന്നും ഇന്നും എന്നും അങ്ങനെയാണ് അദ്ദേഹം എൻ്റെ മഹേശ്വരേട്ടൻ്റെ അച്ഛനായി, എൻ്റെ മോളുടെ അച്ഛനായി മഹേശ്വരേട്ടൻ മാറിയതെന്നും പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടപ്പോൾ എന്തിനാ മഹേ ഇങ്ങനെ ഒരു ത്യാഗമൊക്കെ ഏറ്റെടുത്തതെന്ന് ചോദിച്ചു അനസൂയ. അപ്പോൾ എൻ്റെ ദേവേട്ടന് വേണ്ടി തന്നെയാണെന്ന് നമ്മുടെ മഹേശ്വരൻ അന്നേരം അവിടെ നിന്ന് പറയുക കേട്ടോ. ഇത് കേട്ടപ്പോൾ എല്ലാവരുടെയും കണ്ണ് നിറഞ്ഞു. പെങ്കിക്കൊന്നും ഒരു കൂസലും ഇല്ല കേട്ടോ. ബാക്കിയുള്ളവരുടെയൊക്കെ എല്ലാവരും ഇങ്ങനെ വിഷമിച്ചിരിക്കുക, പ്രത്യേകിച്ച് ലക്ഷ്മിയൊക്കെ. അപ്പം നമ്മുടെ ഗൗതവും ആകെ തകർന്നിരിക്കുക കേട്ടോ. അരുന്ധതി അടുത്തിയും പ്രിയയും മാത്രം
അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നുള്ളൂ. അവരെയാണ് അദ്ദേഹം കൊണ്ട് നടന്നതും. അതിനിടയിൽ ഇങ്ങനൊരു കഥ പുറത്തു വന്നാൽ അദ്ദേഹത്തിൻ്റെ അഭിമാനം, അദ്ദേഹത്തിൻ്റെ ആ ഒരു നിലയും വിലയും അതെല്ലാം നഷ്ടപ്പെടുമെന്നറിയാം. ആ ധർമ്മസങ്കടം മനസ്സിലാക്കിയാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഈ നിമിഷം വരെ ഈ സെക്കൻഡ് വരെ ഗാഥ എൻ്റെ മോളാണ്, എൻ്റെ മോളായി വളർന്നത്. അവളെ ഞാൻ അങ്ങനെ തന്നെയാണ് വിശ്വസിപ്പിച്ച് വളർത്തിയതും. അവൾ എൻ്റെ മോളാണെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്കും അവൾ എൻ്റെ മോള് തന്നെയാണ്. അപ്പോൾ ഞാൻ ഇതൊക്കെ എല്ലാവരോടും പറഞ്ഞാൽ ഈ കുടുംബത്തിൽ മറ്റൊരു സങ്കടം കൂടി ഉണ്ടാവുമല്ലോ എന്ന് ഓർത്താ ഞാൻ ഇതുവരെ ആരോടും ഒന്നും പറയാതിരുന്നതെന്നും പറഞ്ഞു. അങ്ങനെ നമ്മുടെ മഹേശ്വരൻ്റെ ആ നല്ല മനസ്സ് ഇങ്ങനെ ആ ഒരു ഇതിൽ വരുന്നു. അപ്പോൾ നമ്മുടെ ലക്ഷ്മി പറഞ്ഞു, മഹേശ്വരൻ എന്നോടെങ്കിലും ഒന്ന് സത്യം തുറന്ന് പറഞ്ഞുകൂടായിരുന്നു എന്ന്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ അത് ഞാൻ എൻ്റെ ഏട്ടന് കൊടുത്ത വാക്കായിരുന്നു ലക്ഷ്മി, ആ വാക്ക് തെറ്റിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ലായിരുന്നു, അത് ഞാൻ പൂർണ്ണമായും പാലിച്ചു ഈ നിമിഷം വരെ എന്നും പറഞ്ഞ് അങ്ങനെ നമ്മുടെ മഹേശ്വരൻ എല്ലാവരുടെയും മുന്നിൽ തുറന്നു പറയുന്നു. അരുന്ധതി നേരത്തിന് കാര്യം വിളിച്ച് അവിടെ അങ്ങനെ ഇരിക്കുക കേട്ടോ. ഗൗതത്തിനും ആകെ കുറ്റബോധമായി. അങ്ങനെ വല്ലാത്തൊരിതിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് മഹേശ്വരൻ എഴുന്നേറ്റ് ഗാഥയുടെ അടുത്തേക്ക് ചെന്നു. മോളെ എന്ന് പറഞ്ഞു വിളിച്ച്, ഞാൻ തന്നെയാണ് നിൻ്റെ അച്ഛൻ, ഇത്രയും നാൾ നീ എന്നെയല്ലേ അച്ഛാന്ന് വിളിച്ചത്, ഞാൻ തന്നെയാണ് നിൻ്റെ അച്ഛൻ, അതിനൊരു മാറ്റവും ഇല്ല, മറ്റാർക്കും എൻ്റെ മോളെ ഞാൻ വിട്ടുകൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ ഗാഥ അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഒരു ഒറ്റ ഓട്ടമായിരുന്നു. ആ കുഞ്ഞിൻ്റെ ആ ഒരു അവസ്ഥ വല്ലാത്തൊരവസ്ഥയായിട്ട് എല്ലാവരും ചേർന്ന് എന്നെ പറ്റിക്കായിരുന്നല്ലേ എന്നും ചോദിച്ചുകൊണ്ടാണ് നമ്മുടെ ഗാഥ അവിടെ നിന്ന് പോയത്. അങ്ങനത്തെ ഗാഥ അവിടെ നിന്ന് പോകുന്ന സമയത്ത് നമ്മുടെ ഗൗതവും അതുപോലെ നന്ദയും എല്ലാവരും ഗാഥയെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഈശ്വരൻ പറയുന്നതാ എനിക്ക് സത്യങ്ങളൊക്കെ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് നമ്മുടെ ഗാഥ അങ്ങ് പോവുകയും ചെയ്തു. അങ്ങനെ എല്ലാവരും നോക്കി നിൽക്കുമ്പോൾ നമ്മുടെ ഗൗതം അച്ഛൻ്റെ മുന്നിൽ ക്ഷമ പറയാനൊക്കെ ആയിട്ടൊക്കെ ചെന്നു. ഐ എം സോറി അച്ഛാന്ന് പറഞ്ഞു. സാരമില്ലടാ, ഇതൊക്കെ നിൻ്റെ അമ്മയോടുള്ള സ്നേഹം കൊണ്ടല്ലേ നീ അങ്ങനെയൊക്കെ പറഞ്ഞത്. പിന്നെ മോനെ, നീ എൻ്റെ കാലം കഴിഞ്ഞാലും നിങ്ങളൊക്കെ അവളെ പൊന്നുപോലെ നോക്കണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അച്ഛൻ്റെ ഫോട്ടോയിലേക്ക് നോക്കി നമ്മുടെ പ്രിയ ഇങ്ങനെ നിൽക്കുക. ആ സമയത്ത് അമ്മയും മോളും അകത്തു പോയിരുന്ന് സംസാരിക്കുന്നു. മോളെ, നീ വിഷമിക്കരുതെന്ന് ഞാൻ പറയില്ല, പക്ഷേ അതിനുണ്ടായ സാഹചര്യങ്ങളെ പറ്റിയൊക്കെ ഇങ്ങനെ നമ്മുടെ അമ്മ, അതായത് സുജാത ഗാഥയോട് പറയുമ്പോൾ എനിക്കിതൊക്കെ കേട്ട് എൻ്റെ ചങ്കു പൊട്ടുക എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗാഥയായിരുന്നു ഭയങ്കര കരച്ചില്ല. അപ്പോഴേക്കും ലക്ഷ്മിയും മക്കൾ രണ്ടുപേരും കൂടെ അങ്ങോട്ടേക്ക് ചെന്നു. അവർ രണ്ടുപേരും കൂടെ ചെന്ന് ഇവരെ നോക്കി ഇങ്ങനെ എന്താ പറയുന്നത്, ഒരു സ്നേഹം അല്ലെങ്കിൽ ഒരു ചിരി, ഒരു പുഞ്ചിരി ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പം സുജാതയെ ക്ഷമ ചോദിക്കാനാണ് ഞാൻ വന്നത് എന്ന് ലക്ഷ്മി അന്നേരം പറഞ്ഞു. ഞാൻ സുജാതയോട് പറഞ്ഞതൊക്കെ ഒരുപാട് കടുത്തു പോയി എന്ന് എനിക്കറിയാം, എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞപ്പോൾ തെറ്റ് എൻ്റെ ഭാഗത്താണെന്നും സത്യം പറയാൻ ഞാൻ ഇത്രയും വൈകരുതായിരുന്നു എന്നും സുജാത പറയണം. അപ്പോൾ ഈ സത്യം ആരും അറിയരുത് എന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു എന്ന് പറഞ്ഞു സുജാത. അതുകൊണ്ടാണെന്നും മഹേശ്വരേട്ടൻ്റെ വലിയ മനസ്സ് കാണാൻ എനിക്കും കഴിഞ്ഞില്ല എന്നും പറഞ്ഞ് ലക്ഷ്മി ഇങ്ങനെ സുജാതയോട് ക്ഷമ ചോദിക്കുക. ഇതൊക്കെ കണ്ടും കേട്ട് നമ്മുടെ ഗൗതം വിഷമിച്ച് നിൽക്കും. അപ്പം നന്ദ പറഞ്ഞു, അമ്മേ കഴിഞ്ഞത് കഴിഞ്ഞു, ഇനിയും അതൊന്നും ഓർത്ത് വിഷമിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന്. അപ്പോൾ അതെ, അതാണ് ശരിയെന്നും തെറ്റിദ്ധാരണകൾ എന്തായാലും നീങ്ങിയല്ലോ, ഇനിയിപ്പോൾ പഴയതുപോലെ കാര്യങ്ങളൊക്കെ നീങ്ങട്ടെ എന്നും ഗൗതം പറയാം. ഗാഥയുടെ പഠനം, ആൻറ്റിക്കൊരു ജോലി, എന്തായാലും നിങ്ങൾ ഈ കുടുംബത്തിലെ അംഗങ്ങളായി തന്നെ ഇനി കഴിയണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നടക്കില്ല അത് എന്നും പറഞ്ഞുകൊണ്ട് അരുന്ധതിയുടെ ഒരു ശബ്ദം പുറകിൽ നിന്ന് കേൾക്കുന്നു. പിന്നെ ചേട്ടത്തി അനിയത്തിയും കൂടെ തുള്ളിച്ചാടി അങ്ങോട്ടേക്ക് വരുക, അത് നടക്കില്ല എന്നുള്ള ആ ഒരു ഇതിൽ. അപ്പം കഥകളിലും നോവലുകളിലും ഒക്കെ വായിക്കാൻ നല്ല സുഖം ഇതൊക്കെ കേട്ടല്ലോ, പക്ഷെ ജീവിതത്തിൽ അത് പറ്റില്ല എന്ന് അരുന്ധതി പറയുമ്പം വല്യമ്മേ 10-24 വർഷം പഴക്കമുള്ള ഒരു ദേഷ്യത്തിനോ വഴക്കിനോ അപ്പുറം ഇനി അതിന് പ്രസക്തി ഉണ്ടോ എന്ന് ചോദിക്കുന്നു നമ്മുടെ ഗൗതം. അനസൂയ ഇങ്ങനെ നോക്കി നിൽക്കുക. അപ്പോൾ അതേ വല്യമ്മേ, ക്ഷമിക്കാനും വിട്ടുകളയാനും ഒക്കെ കഴിഞ്ഞാൽ അതിനേക്കാളും വലിയൊരു സമാധാനം വേറെ എന്താണെന്ന് ചോദിച്ചപ്പോൾ ചേച്ചി ഈ വീട്ടിലെ മറ്റുള്ളവർ പറയുന്നതും കൂടെ ചേർന്ന് നമ്മൾ കണക്കിലെടുക്കണ്ടേ എന്ന് അനസൂയയും കൂടെ നമ്മുടെ അരുന്ധതിയോട് ചോദിച്ചു. ഇല്ല, ഈ ലോകത്തുള്ള ആരോട് ക്ഷമിച്ചാലും ഇവളോട് ഞാൻ ക്ഷമിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സുജാതയെ പറയുക. അന്നത്തെ കാലത്തൊക്കെ ഒരു കുടുംബാംഗത്തെ പോലെ ഞാൻ ഇവളെ കൊണ്ടു നടന്നതാ, അതിനുള്ള പ്രതിഫലമാണ് അവൾ എനിക്ക് തന്നതെന്നൊക്കെ പറഞ്ഞ് അതിനെ കുറേ ഇതൊക്കെ പറയുക. അപ്പോൾ ഇതൊന്നും സമ്മതിക്കില്ല എന്നുള്ളൊരിതിൽ അങ്ങനെ അതിന് അർത്ഥ കൈക്ക് ഉപ്പ് തേക്കില്ലാത്ത രീതിയിൽ ഇങ്ങനെ സംസാരിക്കുന്നു. ക്ഷമിക്കാൻ പറയാൻ എല്ലാവർക്കും എളുപ്പമാണ്, അവനവൻ്റെ ജീവിതത്തിൽ വരുമ്പോഴേ ചങ്കിൽ കത്തി കുത്തി ഇറക്കുന്ന വേദന എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ കഴിയുകയുള്ളൂ എന്നും പറഞ്ഞ് അരുന്ധതി ഇങ്ങനെ പറയണു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്നും മിണ്ടാതെ നിന്ന് കേട്ടോണ്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ അനസൂയ പറഞ്ഞു, ചേച്ചിയുടെ ജീവിതത്തിൽ നിന്ന് ഇവരെ പടിയിറക്കി വിട്ടല്ലോ, അങ്ങനെ കരുതിയാൽ പോരേന്ന് ചോദിച്ചു. മഹി ഇവരെ സംരക്ഷിച്ചു എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ വിഷയമായിട്ട് എടുക്കാതിരുന്നാൽ പോരെ എന്നും അനസൂയ ചോദിക്കുന്നു. അങ്ങനെ നീതിക്കും ന്യായത്തിനും വേണ്ടി ഇന്ദീവരത്തിൽ വന്ന് പുതിയ കാര്യങ്ങൾ നമ്മുടെ അനസൂയ ഇങ്ങനെ പറയാട്ടോ.
അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ഇത് എൻ്റെ വിഷയം തന്നെയാണെന്നും 24 വർഷങ്ങൾക്ക് മുൻപ് പൂനെയിൽ നിന്ന് ട്രെയിൻ കയറ്റി വിട്ടപ്പോൾ ഞാൻ പറഞ്ഞിരുന്നതാ ഇവളോട്, മേലിൽ അവളുടെ നിഴല് പോലും എൻ്റെ ജീവിതത്തിൽ വീഴരുതെന്നും. നീയും സാക്ഷിയല്ലായിരുന്നു, എന്നിട്ട് ഇപ്പം തന്നെ ഇങ്ങനെയൊക്കെ പറയുന്നതെന്നൊക്കെ ചോദിച്ചു. ഇനി എൻ്റെ ജീവിതത്തിൽ നിന്നല്ല എൻ്റെ കുടുംബത്തിലോ എൻ്റെ ബന്ധുക്കളുടെ അരികിലോ ഇവളെ ഞാൻ നിർത്തിയില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അരുന്ധതി ഭയങ്കര ഇതായിട്ട് വിഷയം ഉണ്ടാക്കുക. ആ സമയത്ത് പണ്ട് ഞാൻ എന്തു പറഞ്ഞു അത് തന്നെ എനിക്കിപ്പോഴും നിന്നോട് പറയാനുള്ളൂ. നാളെ നേരം വെളുക്കുമ്പം ഇവിടെ നിന്ന് നീ ഇറങ്ങിക്കൊള്ളണമെന്ന് സുജാതയോട് പറയുന്നു അരുന്ധതി. എല്ലാവരും ദയനീയമായിട്ടിത് നോക്കി നിൽക്കുക കേട്ടോ. അപ്പോൾ സുജാതയും ഞെട്ടി. ഇനി മേലിൽ ഇവിടെയുള്ളവരുമായോ ഞാനുമായോ ഒരു ഫോൺ കോളിൻ്റെ ബന്ധം പോലും നിനക്ക് പാടില്ല എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ആ ഒരു ഇതിലും പറയുന്നു. അപ്പോൾ അതൊക്കെ കേട്ട് എല്ലാവരും ഇങ്ങനെ അന്താളിച്ച് ഇങ്ങനെ നിൽക്കുക. ആ സമയം ചേച്ചി ടെൻഷൻ ആവല്ലേ എന്ന് പറഞ്ഞു അനസൂയ. നമുക്ക് എല്ലാവർക്കും ചേർന്ന് മാറിയിരുന്ന് ഒന്ന് സംസാരിച്ച് തീരുമാനമെടുക്കാമെന്നും അനസൂയ പറയണം. അതൊന്നും കേൾക്കാൻ അരുന്ധതി തയ്യാറല്ല. അരുന്ധതി ഇങ്ങനെ ഭയങ്കര ശബ്ദം ഉണ്ടാക്കുക. അപ്പോഴേക്കും പറഞ്ഞത് കേട്ടോ എന്ന് ചോദിച്ചപ്പോൾ വലിയ ആലോചിക്കാത്തൊന്നും പറയരുതെന്ന് പറഞ്ഞു ഗൗതം. ആലോചിച്ചിട്ട് തന്നെയാണ് ഞാനിതൊക്കെ പറയുന്നത്. പണ്ട് ഇവള് ഗർഭിണിയാണെന്ന് അറിഞ്ഞ സമയത്ത് രാത്രിയും പകലും ചങ്കുരുക്കി രക്തം തിളപ്പിച്ച് ആവിയാക്കി ഞാൻ അന്നെടുത്ത തീരുമാനമാണിതെന്നും പറഞ്ഞ് നമ്മുടെ അരുന്ധതി ഇങ്ങനെ പറയണു. ഇതൊക്കെ കേട്ട് ലക്ഷ്മിയൊക്കെ അമ്പരപ്പോട് നിൽക്കുന്നു. ഇത്രത്തോളം പക ഇന്നും ഉണ്ടല്ലോ എന്ന് ഓർത്ത്. അന്നെടുത്ത ആ ഒരു തീരുമാനത്തിൽ നിന്നും 1 ഇഞ്ച് പുറകോട്ട് പിന്മാറാൻ ഞാൻ തയ്യാറല്ല എന്നും പറഞ്ഞ് അരുന്ധതി അതേ ഇതിൽ തന്നെ പറയുന്നു. അപ്പം അന്നത്തെ അവസ്ഥയല്ലേ ഇന്ന്. സുജാത ആൻറ്റിയോട് വല്യമ്മയ്ക്ക് അങ്ങനെയൊക്കെ പറയാം, പ്രവർത്തിക്കാം, ന്യായം അത് വല്യമ്മയുടെ ഭാഗത്ത് തന്നെയാണ്, ശരിയാണ്. പക്ഷേ സ്വന്തം ഭർത്താവിനെ പങ്കുവയ്ക്കാൻ ഒരു സ്ത്രീയും തയ്യാറാവണ്ട. പക്ഷേ ഈ കുട്ടി, ഈ ഗാഥ എന്തു പിഴച്ചു എന്ന് ഗൗതം ചോദിക്കുക. അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണ്ടേ എന്നിങ്ങനെ ചോദിക്കുന്നു. അപ്പോൾ അരുന്ധതിക്കൊന്നും പറയാനില്ല കേട്ടോ. സമയം ഗാഥ ഇങ്ങനെ ആകെ പേടിച്ച് വിറച്ച് ഇങ്ങനെ അവിടെ നിൽക്കുവാണ്. എന്ത് വേണമെങ്കിലും സംഭവിക്കാമെന്നുള്ളൊരു പേടിയില്ല. ആരുടെയെങ്കിലും പിഴച്ചുണ്ടായ സന്തതികളെക്കുറിച്ച് ആലോചിക്കേണ്ട കാര്യം എനിക്ക് എന്താ എന്ന് അരുന്ധതി ചോദിച്ചപ്പം അങ്ങനെ ആരുടെയെങ്കിലും സന്തതിയല്ല, ഈ തറവാട്ടിലെ രക്തം തന്നെയാണ് ഗാഥയുടെ ബ്ലഡിലും ഉള്ളതെന്നുള്ള കാര്യം ഗൗതം പറഞ്ഞു. പിന്നെ എന്നെയും അർജുനെയും അരുണിനെയും പോലെ തന്നെ ഈ തലമുറയിലെ അംഗം തന്നെയാണ് ഗാഥയും എന്ന് പറഞ്ഞപ്പോൾ കഴുത്തിൽ താലിയില്ലാതെ ഒരു പെണ്ണ് പ്രസവിച്ചാൽ ആ കുഞ്ഞിൻ്റെ സ്ഥാനം തറവാടിൻ്റെ നടുത്തളത്തിലല്ല, പിന്നാമ്പുറത്താ എന്നും പറഞ്ഞിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഫ്യൂഡലിസത്തിൻ്റെ കാലമൊക്കെ പോയി വല്യമ്മ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. ഈ ഒരു കാര്യത്തിന് നീ നിന്റെ IPS പൊക്കി പിടിച്ച് എൻ്റെ അടുത്തേക്ക് വരണ്ട അല്ലേ, നിന്റെ IPS നീ പുറത്തെടുത്തതാ ഈ ജന്തുക്കൾക്ക് വേണ്ടി അല്ലേന്ന് ചോദിച്ചുകൊണ്ട് ഗൗതത്തിനോട് ഒച്ച ഉണ്ടാക്കുന്നു അരുന്ധതി. ഇതൊക്കെ കേട്ട് നന്ദിയൊക്കെ വല്ലാണ്ട് നിൽക്കുമ്പോൾ വല്യമ്മ ഇവർക്കൊരു തെറ്റ് പറ്റി, പക്ഷേ അതിന് ഇത്രയും കാലം അവർ അവിവാഹിതയായിട്ട് തന്നെ കഴിഞ്ഞില്ലേ, ഗാഥയുടെ സംരക്ഷണം മാത്രം ലക്ഷ്യമിട്ട് അവരുടെ ജീവിതം ഒരു ഹോമിച്ചില്ലേ, അതൊക്കെ നമ്മൾ കാണണ്ടേ എന്ന് ഗൗതം ചോദിക്കുക. ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഇന്ന് രാത്രി പുലരുന്നത് വരെ മാത്രമേ നിന്നെ ഇവിടെ കാണാവൂ എന്ന് നമ്മുടെ അരുന്ധതി വീണ്ടും ഈ നമ്മുടെ സുജാതയോട് പറയുന്നു. അപ്പോൾ അത് പറ്റില്ലെന്നാണ് ഞാൻ പറഞ്ഞതെന്ന് ഗൗതം ഇതിനെ മറുപുറം കയറി പറയുന്നു. അപ്പോൾ പറ്റും എന്ന് നമ്മുടെ സുജാതയുടെ ഒരു വാക്ക്. അത് കേട്ടെല്ലാവരും സുജാത ഇങ്ങനെ ഞെട്ടലോടെ നോക്കുക കേട്ടോ. കാരണം സുജാതയുടെ കണ്ണിൽ ജ്വലിക്കുന്ന ആ ഒരു തീ അത് അത്ര വലുത് തന്നെയാണ്. അങ്ങനെ നിൽക്കുന്ന സമയം മേഡം പറഞ്ഞത് തന്നെയാണ് കാര്യം. ഞാൻ ഇവിടെ നിൽക്കാൻ വന്നവളല്ല, തെറ്റ് ചെയ്തത് ഞാനാണെന്നും എൻ്റെ വയറ്റിൽ പിറന്നു എന്നുള്ളൊരു തെറ്റ് അതെൻ്റെ മോൾക്കും പറ്റിയെന്നും പറഞ്ഞ് കരയോ പാവം. അതുപോലെ ഗാഥമട നിന്ന് കരയോ കേട്ടോ. അതിനുള്ള ശിക്ഷ ഞങ്ങൾ അനുഭവിച്ചോളാം, ആരെയും അതിന് കൂട്ടുപിടിക്കില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സുജാത പറയാം. മേഡം പറഞ്ഞതുപോലെ തന്നെ ഇവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങും, ഞങ്ങൾ ആർക്കും ഒരു ശല്യം ഉണ്ടാവില്ല, ഇവിടുത്തെ ഒരു തരി സമ്പത്ത് പോലും എനിക്കോ എൻ്റെ മകൾക്കോ വേണ്ട എന്നൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെ സുജാത അവിടെ നിന്ന് പറയണം. ഇനി ഒരു മാറ്റവും ഇതിന് വന്നേക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് അരുന്ധതി ഇതെൻ്റെ തീരുമാനമാണെന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. അരുന്ധതി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും ലക്ഷ്മി സുജാതയുടെ അടുത്തേക്ക് ചെന്നു. സുജാതേ, എനിക്ക് വിരോധമൊന്നും ഇല്ലായിരുന്നു നിങ്ങളിവിടെ നിൽക്കുന്നതിൽ, അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു. മഹേശ്വരേട്ടൻ തെറ്റ് ചെയ്യാത്തത് കൊണ്ടല്ലേ എന്ന് സുജാത എന്തായാലും ചോദിക്കാം. അരുന്ധതി മേഡത്തിൻ്റെ മനസ്സ് വേറെയാണ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സുജാത ലക്ഷ്മിയോട് പറയുക. ആ സമയം നന്ദ അങ്ങോട്ടേക്ക് ചെന്നു. സുജാത ആൻറ്റി, എന്നാലും നിങ്ങളിനി എങ്ങോട്ട് പോകുമെന്ന് ചോദിച്ചു നന്ദ. ചെമ്പമ്മേട്ടിലെ വീടൊക്കെ തകർത്തില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ എങ്ങോട്ട് പോകുമെന്ന് സുജാതയ്ക്ക് അറിയില്ല എന്ന് പറഞ്ഞു. എനിക്കറിയില്ല, പക്ഷേ ഇവിടെ നിന്ന് ഇറങ്ങിയിരിക്കും, എന്നാലും നാളെ ഞങ്ങൾ ഇറങ്ങും എന്നും പറഞ്ഞുകൊണ്ട് സുജാത ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഗാഥ എന്നും പറഞ്ഞ് അമ്മയ്ക്കരികിലേക്ക് ചെല്ലുന്നു. അങ്ങനെ അമ്മയും മോളും കൂടെ അവിടെ കെട്ടിപ്പിടിച്ചെന്ന് ഭയങ്കര കരച്ചിൽ. ഇതൊക്കെ കണ്ട് ചുറ്റിനും അവർ നിന്ന് കരയാ. ഈ പാവങ്ങളുടെ ഈ ഒരു അവസ്ഥ കണ്ടിട്ടേ എന്തായാലും
നിങ്ങൾ കാണിച്ചു കൂട്ടി നിങ്ങൾക്ക് പറ്റിപ്പോയൊരു തെറ്റ്. ആ തെറ്റ് എത്രത്തോളം വലുതാണെന്ന് അറിയാമോ? അതിപ്പോഴും എൻ്റെ പിന്നാലെ തേടി വരുന്നത് കണ്ടോ എന്ന് അരുന്ധതി തൻ്റെ ഭർത്താവിൻ്റെ ഫോട്ടോയുടെ മുന്നിൽ പോയി നിന്ന് ഇങ്ങനെ പറയാം. 24 വർഷങ്ങൾക്ക് മുൻപുള്ള അതേ വേദനയാണ് ഞാൻ ഇപ്പോഴും അനുഭവിക്കുന്നതെന്നും പറഞ്ഞ് ഭർത്താവിൻ്റെ ഫോട്ടോയിൽ നോക്കി ഭാര്യ ഇങ്ങനെ പറയുന്നു. എന്നിട്ട് അവരോട് ക്ഷമിക്കില്ലെന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ ഫോട്ടോയിൽ നോക്കി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ സമയത്താണ് അനസൂയ അതിൽ വരുന്നത്. അപ്പം ചേച്ചി ഭർത്താവിൻ്റെ ഫോട്ടോയിൽ നോക്കി നിന്ന് സംസാരിക്കുന്ന ആ ഒരു കാഴ്ചയൊക്കെ നമ്മുടെ അനസൂയ കണ്ടിങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നന്ദി.